എന്താണ് മുംബൈ ഇന്ത്യൻസിനെ പറ്റിക്കൊണ്ടിരിക്കുന്നത്? IPLിലെ രാജാക്കന്മാരായിരുന്നു മുംബൈ ഇന്ത്യൻസ്. എന്നാൽ ഇപ്പോൾ മുംബൈ പോയിന്റ് ടേബിളിൽ അവസാന സ്ഥാനത്താണ്. ഇതുവരെ ഒരു മാച്ച് പോലും ജയിച്ചിട്ടില്ല. പാണ്ഡ്യ ക്യാപ്റ്റനായപ്പോൾ മുംബൈ ടീം ശരിക്കും തകർന്നു. ഇന്ന് രാജസ്ഥാനോട് തോറ്റ ശേഷം രോഹിത് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. ഞങ്ങളുടെ ടീം ഇങ്ങനെയാകുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. ഇതിന് കാരണം പാണ്ഡ്യ തന്നെയാണ്. പാണ്ഡ്യയ്ക്ക് സഹതാരങ്ങളോട് ബഹുമാനമില്ല. അവന് തോന്നിയ പോലെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. പണ്ട് മുംബൈ ഒരു ടീമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഞങ്ങൾ രണ്ട് ഫാമിലിയാണ്. ടീമിൽ തന്നെ തർക്കങ്ങളുണ്ട്. പാണ്ഡ്യ ഇപ്പോൾ ഞങ്ങളെ ശത്രുക്കളെ പോലെയാണ് കാണുന്നത്. എനിക്കും ബുംറയ്ക്കും ഒന്നും അവൻ സ്ഥാനം തരുന്നില്ല. ഇന്നത്തെ മാച്ചിൽ രാജസ്ഥാനാണ് ഞങ്ങളുടെ എതിരാളികൾ. അതുകൊണ്ട് ഞങ്ങൾ രണ്ടും കൽപ്പിച്ചാണ് വന്നിട്ടുണ്ടായിരുന്നത്. രാജസ്ഥാന്റെ ക്യാപ്റ്റൻ സഞ്ജുവാണ്. അതുകൊണ്ട് കാര്യങ്ങൾ അത്ര ഈസി ആയിരിക്കില്ലെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. ഒരുപാട് ശ്രദ്ധിച്ച് കളിച്ചുവെങ്കിലും ഞങ്ങൾക്ക് ഇന്ന് പണി കിട്ടി. ബാറ്റിങ്ങിലാണ് പണിയായത്. ഞാനിന്ന് ഡെക്കിലാണ് പുറത്തായത്. എനിക്കിന്ന് ഫോമാകാൻ സാധിച്ചില്ല. രാജസ്ഥാൻ നിരയിൽ ബോൾട്ടും ചഹലും മികച്ച രീതിയിലാണ് ബൗൾ ചെയ്തത്. ബോൾട്ടിനെ വിട്ടുകൊടുത്തത് അബദ്ധമായെന്ന് ഞങ്ങൾക്കിപ്പോൾ തോന്നുന്നുണ്ട്. തെറ്റുകൾ തിരുത്തി അടുത്ത മത്സരത്തിൽ ശക്തമായിട്ട് തിരിച്ചു വരുമെന്ന് രോഹിത് ശർമ്മ വ്യക്തമാക്കി. മുംബൈ ആരാധകർ കളി തോറ്റാലും ഹാപ്പിയാണ്. അവർക്കിപ്പോൾ മുംബൈ ടീം തോൽക്കണം. എന്നാൽ മാത്രമേ പാണ്ഡ്യയുടെ അഹങ്കാരം മാറിക്കിട്ടുകയുള്ളൂ. ഒരുപക്ഷെ രോഹിത്തിനെ തിരിച്ച് ക്യാപ്റ്റനാക്കാനും സാധ്യതയുണ്ട്. കാരണം ഇതുവരെ മുംബൈ ഒരു കളി പോലും ജയിച്ചിട്ടില്ല. അടുപ്പിച്ച് 3 കളി തോറ്റിരിക്കുകയാണ്. ഇനിയും അങ്ങോട്ട് തോറ്റാൽ ഒരുപക്ഷെ മുംബൈ ടീം പ്ലേ ഓഫ് പോലും കാണാതെ പുറത്തായിരിക്കും. അതുപോലത്തെ പ്രകടനമാണ് മുംബൈ ഇപ്പോൾ കാഴ്ചവെക്കുന്നത്. മുംബൈ ടീം തന്നെ തകർന്നിരിക്കുകയാണ്. അതേസമയം തന്നെ രാജസ്ഥാൻ മികച്ച രീതിയിൽ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ടേബിൾ ടോപ്പറായിട്ടാണ് ഇപ്പോൾ രാജസ്ഥാൻ നിൽക്കുന്നത്. കളിച്ച 3 മാച്ചിലും ജയിച്ചിരിക്കുകയാണ്. ഈ ഒരു രാജസ്ഥാൻ ടീം കപ്പടിക്കാനുള്ള എല്ലാവിധ സാധ്യതയുമുണ്ട്. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.